കേരളത്തിൽ എൽ.ഡി.എഫ് സർക്കാരിന്റെ തുടർച്ചയായ 2 കാലങ്ങൾ പൂർത്തിയാക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച 10 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി മാറിയിരിക്കുന്നത്. നാളെ വോട്ടെണ്ണലിന് മുന്നോടിയായി ജനങ്ങൾ ഭരണത്തിന്റെ നേട്ടങ്ങളും പരാജയങ്ങളും ഒരുപോലെ വിലയിരുത്തുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ, ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ രംഗത്തെ നവീകരണം, ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയപാതയും വിഴിഞ്ഞം തുറമുഖവും ഉൾപ്പെടെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളും എൽ.ഡി.എഫ് സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. പ്രളയകാലത്തും കോവിഡ് പ്രതിസന്ധി കാലത്തും സർക്കാരിന്റെ ഇടപെടലുകളും അനുകൂലമായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ്, മാസപ്പടി വിവാദം, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വൈദ്യുതി ജലവിതരണ നിരക്ക് വർധന തുടങ്ങിയ വിഷയങ്ങൾ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഭരണവിരുദ്ധ വികാരം ചില മണ്ഡലങ്ങളിൽ ശക്തമാണ് എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. പ്രതിപക്ഷമായ യു.ഡി.എഫ് ഈ വിഷയങ്ങളൊന്നും പ്രധാന പ്രചരണ ആയുധമാക്കുന്നത് മാറ്റത്തിനുള്ള സമയം എത്തിയിരിക്കുന്നുവെന്നാണ്. കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു. അതേസമയം എൽ.ഡി.എഫ് 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തുടർച്ചയായി 3ാം ഭരണകാലം അപൂർവമായ സാഹചര്യമായതിനാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഏറെ ശ്രദ്ധേയമാണ്. വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ വീണ്ടും അംഗീകാരം നൽകുമോ അതോ മാറ്റത്തിനായി വിധിയെഴുതുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം.